അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നു. രാവിലെ തന്നെ ശക്തമായ മഴയാണ് എന്ന ജോസിന്റെ ഫ്രെയിമിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. വിനിഷ, തീർച്ചയായും ഇന്നലെ രാത്രിയിൽ ഇടപെട്ട ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ നേരം പുലർന്നപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ കുറച്ചു മുമ്പ് തൊട്ട് വീണ്ടും ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇടവിട്ട ശക്തമായ മഴ ഇടുക്കിയിൽ തുടരുകയാണ്. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ രാത്രികാല യാത്രകളടക്കം ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾ, ഈ പ്രത്യേകിച്ച് ഈ ജലാശയങ്ങളിലുള്ള കൊട്ടവഞ്ചി സവാരി, അതുപോലെ തന്നെ കയാക്കിങ്, മറ്റ് ബോട്ടിങ് അടക്കമുള്ള, അതുപോലെ ഈ ട്രക്കിങ്, നമ്മുടെ ജില്ലയിലെ പ്രധാന വിനോദ മേഖലയാണ് ഈ ട്രക്കിങ്, അതടക്കമുള്ള ഈ സാഹസിക വിനോദങ്ങളെല്ലാം ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. ശക്തമായ നിരീക്ഷണവും വിലയിരുത്തലുമാണ് ഈ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പറയാനുള്ളത്, ഈ മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് 133.4 അടി, അത് 5 അടിയിലെ 133.5 അടിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലവിലെ, അത് ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം, അതായത് എല്ലാ മാസത്തിലും ഓരോ റൂൾ കർവാണ് മുല്ലപ്പെരിയാറിന് ഇപ്പോൾ മേൽനോട്ട സമിതി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം 136 അടിയായാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും അത് തുറക്കാതിരിക്കാൻ, ഷട്ടറുകൾ തുറക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തമിഴ്നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വൈഗ അണക്കെട്ട് തുറന്ന് കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി 136ലേക്ക് എത്താതെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള ഒരു നിലപാടാണ് തമിഴ്നാട് നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നീരൊഴുക്ക് ശക്തമായി ഉണ്ടെങ്കിലും ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി 133 അടിയായി ഉയർന്നത് ഇന്ന് 133.4 അടിയായാണ്. രാത്രി 2 മണിയിലെ കണക്ക് പ്രകാരം 133.4 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഏതായാലും വേറെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ആ കാര്യവുമായി ബന്ധപ്പെട്ടും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ വെള്ളച്ചാട്ടത്തിന് സമീപം ഇന്നലെ രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഗതാഗത തടസ്സമടക്കം മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ഒരു ജില്ല എന്ന നിലയിൽ വലിയ മുൻകരുതലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ജില്ലയിലെ താരതമ്യേന ചെറിയ ഡാമുകളായ പാബ്ല, കല്ലാറുകുട്ടി, അതുപോലെ തന്നെ പൊന്മുടി ഡാമുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അത് ഈ സാധാരണ ചെറിയ മഴ ആരംഭിക്കുമ്പോൾ തന്നെ തുറക്കുന്ന ചെറിയ ഡാമുകളാണ്. മറ്റ് ഇടുക്കി ഡാമിലൊന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. വളരെ താഴ്ന്ന നിലയിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ ലെവല് നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ മാത്രമാണ് 133.4 അടിയായി ഉയർന്നിരിക്കുന്നത്. എല്ലാ മുൻകരുതലുമായി ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോവുകയാണ്. വിനിഷ. ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നുള്ള മഴയുടെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു തന്നത്.